ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കാണിക്കാത്ത ചില പ്രോഡക്ട്സും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് വൺ, ഇത് നമുക്ക് വണ്ടിയിലൊക്കെ വെക്കാനുള്ള ഫാനാണ്. 12 വോൾട്ട് DCL വർക്ക് ചെയ്യുന്നത്. ഈ ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് കൂടെ വരുന്നുണ്ട്. അത് ഫിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. പിന്നെ ഉണ്ടല്ലോ, ഈ ഫാന് പിടിപ്പിക്കുമ്പം അതിൻ്റെ കറങ്ങുന്നത് എങ്ങോട്ടാന്ന് ശ്രദ്ധിച്ച് പിടിപ്പിക്കണേ. കാരണം ചിലർക്കൊക്കെ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം ഇത് കൊണ്ടുപോയിട്ട് കാറ്റില്ല എന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താണെന്നറിയാമോ, ഇത് കണക്ഷൻ കൊടുത്തത് തിരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഓപ്പോസിറ്റേ കറങ്ങുള്ളൂ. ഓപ്പോസിറ്റ് കറങ്ങുമ്പോൾ ഇതിന് കാറ്റ് കിട്ടത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച്, ഇത് കൂട്ട് ഫാൻ വാങ്ങുന്നവർ അത് ശ്രദ്ധിച്ച് ഫിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ കാറ്റ് കിട്ടത്തില്ല. ഫാനിൻ്റെ കംപ്ലൈൻ്റ് അല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരെണ്ണം ഈ ടൈപ്പാണ്. 2 ഫാൻ വരുന്ന ടൈപ്പാണ്. 12 വോൾട്ട് DC തന്നെ. ഇതിൻ്റെ കണക്ടർ ഇങ്ങനത്തെയാണ് വരുന്നത്. പിന്നെ ഇത് DPയുടെ ടേബിൾ ലാമ്പാണ്. വാറണ്ടി ഇല്ലാത്ത ഐറ്റമാണ് കേട്ടോ. ഈ മോഡൽ. ഇതിന് ഡിമ്മും ബ്രൈറ്റും ഉണ്ട് ഓപ്ഷൻ. ഇതിന് ചാർജിങ് കേബിളും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ 2 മോഡലാണ് ഇത് നമുക്ക് ഓൺ ആക്കാൻ പറ്റുന്നത്. അപ്പോൾ DPയുടെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. കറണ്ട് ഇല്ലെങ്കിലും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഇത് 2ഉം ടേബിൾ ലാമ്പാണ്. 2ഉം 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. ഒന്ന് തിസ്വ എന്ന് പറയുന്ന ഉഷയുടെ തന്നെ ഒരു പ്രോഡക്റ്റാണ്. ഇത് സ്വിച്ച് അല്ല കേട്ടോ, ഇത് ടച്ച് ആണേ. അപ്പം ഇതിൻ്റെ കൂടെ ഒരു പെൻ സ്റ്റാൻഡും കൂടെ ഉണ്ട്. ഈ പെൻ സ്റ്റാൻഡ് ഇവിടെ വയ്ക്കാം. പിന്നെ ഇതിന് ഓൺ ചെയ്യാനായിട്ടൊരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. USB കേബിളാണ്. USB ചാർജിങ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പം ടച്ചാണ്. ഇതിൻ്റെ 3 മോഡുണ്ട്. ഇപ്പം ഇതിൻ്റെ വന്നേക്കുന്നത് ഒരു വാം വൈറ്റാണ് ഇതിൻ്റെ പ്രകാശം വരുന്നത്. വൈറ്റ് അല്ല, പ്യുവർ വൈറ്റ് അല്ല, വാം വൈറ്റാണ് വരുന്നത്. ഇത് 1 ഇയർ വാറണ്ടി ഉള്ള ഒരു പ്രോഡക്റ്റാണ് തിസ്വ. പിന്നെ അടുത്തത് സാൻഫോർഡിൻ്റേതും ഇത് ഇപ്പം നമ്മൾ ഈ കണ്ടതുപോലെ തന്നെ ടച്ചിലാണ് പ്രവർത്തിക്കുന്നത്. ടച്ച് ഓപ്ഷനാണ്. പക്ഷെ ഇങ്ങനെയൊരു പെൻ സ്റ്റാൻഡ് ഇല്ല. അതാണ് ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ ഇതിന് വൈറ്റ് പ്രകാശമാണ്. ഇത് വാം വൈറ്റ് ആയിരുന്നു, ഇത് പ്യുവർ വൈറ്റ് ആണ് ഇതിൻ്റെ വെളിച്ചം വരുന്നത്. ഇതും USB ചാർജിങ് ആണ്. കേബിള് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഫിലിപ്സിൻ്റെ എമർജൻസി ലൈറ്റാണ്. ഇതിന് 3 ഇതാണുള്ളത്. ടോർച്ച് പോലത്തെ ബൾബുണ്ട്. ടോർച്ചായിട്ട് യൂസ് ചെയ്യാം. എമർജൻസി ലൈറ്റ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ചുറ്റിനും റെഡ്, ബ്ലൂ, ഗ്രീൻ അങ്ങനെയുള്ള ഒരു ലൈറ്റിങ്സും കൂടെ ഉണ്ട്. പിന്നെ ചാർജ് കുറയുമ്പോൾ അതിനുള്ള ഇൻഡിക്കേഷൻ ഉണ്ട്. അത് ഇതിൻ്റെ മേളിൽ സ്വിച്ചിൻ്റെ അവിടെ റെഡ് ഇൻഡിക്കേഷൻ വരും ചാർജ് കുറയുമ്പോൾ. ഫുൾ ചാർജ് ഉള്ളപ്പോഴാണെങ്കിൽ ഗ്രീൻ ഇൻഡിക്കേഷനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ഇൻവെർട്ടർ ബൾബുകളാണ്. അത് ക്രോംപ്ടൻ്റെയും വന്നിട്ടുണ്ട്, ഫിനോലെക്സിൻ്റെയും വന്നിട്ടുണ്ട്. അപ്പോൾ ക്രോംപ്ടൻ്റെ ഇത് 9 വാട്ടിൻ്റെ ഇൻവെർട്ടർ ബൾബാണ്. പിന്നെ വന്നിരിക്കുന്നത് 12 വാട്ടിൻ്റെ ഇൻവെർട്ടർ ബൾബ്. പിന്നെ വന്നിരിക്കുന്നത് 15 വാട്ടിൻ്റെ ഇൻവെർട്ടർ ബൾബ്. അപ്പോൾ ഇതെല്ലാം 4 hours ആണ് ബാക്കപ്പ്. ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയുടെയും ഇൻവെർട്ടർ ബൾബുകൾ 4 hours ആണ് ബാക്കപ്പ് പറയുന്നത്. പിന്നെ ഇത് നമുക്ക് സാധാ ബൾബ് പോലെ തന്നെ യൂസ് ചെയ്യാം. നമ്മൾ സാധാ ബൾബ് പോലെ ഇട്ട് തെളിച്ചിട്ട് ഉപയോഗിക്കുമ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആവുന്നു. അപ്പോൾ ഇതിനകത്ത് ബാറ്ററി ഉണ്ട്, ചാർജ് ആവുന്നു. അപ്പം സ്വിച്ച് ഓൺ ആണെങ്കിൽ കറണ്ട് പോകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തെളിയും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം. അല്ലാതെ ഈ ബൾബിൽ എക്സ്ട്രാ സ്വിച്ചോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ വന്നിരിക്കുന്നത് ഫിനോലെക്സിൻ്റെയാണ്. ഫിനോലെക്സിൻ്റെ ഇൻവെർട്ടർ ബൾബ് 9 വാട്ടിൻ്റെ 12 വാട്ടിൻ്റെ വന്നിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക്
തിസ്വ ഉഷയുടെ ഇൻവെർട്ടർ ബൾബ് ഉണ്ട്, ഫിലിപ്സിന്റെ ഉണ്ട്, ആർ ആറിന്റെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഈ കമ്പനീൻ്റെ. ഇത് കൂടാതെ പിന്നെ മാജിക് എന്ന് പറയുന്ന കമ്പനിയുടെ ഉണ്ട്. അങ്ങനെ പല മോഡൽ ഇൻവെർട്ടർ ബൾബുകൾ അവൈലബിൾ ആണ്. പിന്നെ ഒരു ഐറ്റം കാണിക്കാനുള്ളത് കുറേ മോഡൽ പല കമ്പനിയുടെ നമുക്ക് ഹെവി വെയിറ്റ് അയൺ ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് അയൺ ബോക്സ് നമ്മൾ നേരത്തെ കുറേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറേ ഹെവി വെയിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഞാൻ ഓരോ മോഡൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉഷയുടെ തന്നെ 3 മോഡൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം 2 വർഷത്തെ വാറണ്ടി ഉള്ളതാണ്. ഉഷയുടെ അയൺ ബോക്സിന് 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് അവർ തരുന്നത്. ബാക്കിയൊക്കെ സർവീസ് വാറണ്ടിയാണ്. അപ്പോൾ ഇതൊരെണ്ണം ഉഷയുടെ 1000 വാട്ടിൻ്റെ ഒരു ഹെവി വെയിറ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു വെയിറ്റ്, ഈ അയൺ ബോക്സിൻ്റെ വെയിറ്റ് വരുന്നത് 1.25 കിലോയാണ്. അപ്പോൾ ഇത് ഒരു മോഡല് ഉഷയുടെ. പിന്നെ വേറൊരെണ്ണം ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ഇത് 1200 വാട്ടാണ്. ആദ്യത്തേത് ഇത് 1000 വാട്ടായിരുന്നു, ഇത് 1200 വാട്ടാണ്. പിന്നെ ഇത് സ്റ്റീം അയൺ ആണ് കേട്ടോ, ഹെവി വെയിറ്റിൽ വരുന്ന സ്റ്റീം അയൺ ആണിത്. അതായത് നമുക്ക് വെള്ളം ഒഴിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അയണാണ്, ഹെവി വെയിറ്റിൽ വരുന്നത്. അപ്പോൾ സാധാരണ ലൈറ്റ് വെയിറ്റിലുള്ള സ്റ്റീം അയണൊക്കെയാണല്ലോ നേരത്തെ കാണിച്ചിരുന്നത്. അപ്പോൾ ഇത് ഹെവി വെയിറ്റിൽ വരുന്ന സ്റ്റീം അയണാണ്. ഇത് അതിൻ്റെ കപ്പാണ്, അതിന് കപ്പ് ഒഴിക്കാനുള്ള. ഇത് ടഫ്ലോൺ കോട്ടിംഗ് ഉണ്ട്. ഇതാണ് ഉഷയുടെ ഹെവി വെയിറ്റ് സ്റ്റീം അയൺ. അപ്പോൾ ഇതാണ് വെള്ളം ഒഴിക്കാനുള്ള ആ ഒരു ഹോള്. അവിടെ ഒരു കോർക്കൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ടൈറ്റായിട്ട് അടച്ചിരിക്കാൻ വേണ്ടി. 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുള്ള ഉഷയുടെ സ്റ്റീം അയൺ ഹെവി വെയിറ്റ് അയൺ. പിന്നെ ഇത് ഉഷയുടെ 3ാമത്തെ ഒരു മോഡൽ ഹെവി വെയിറ്റ് അയൺ 1200 വാട്ട്സ് ആണ്. ഇതും ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്, അയൺ ബോക്സിൻ്റെ വെയിറ്റ് വരുന്നത് 1.8 kg ആണ്. ഇതും 1. ഈ വെള്ളം ഒഴിക്കുന്നതും 1.8 kg ആണ് അയൺ ബോക്സിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ അപ്പോൾ ഇത് 3മാണ് ഉഷയുടെ ഹെവി വെയിറ്റ് അയൺ ബോക്സുകൾ. പിന്നെ വന്നിരിക്കുന്ന ക്രോംഡൻ്റെ ഹെവി വെയിറ്റ് വന്നിട്ടുണ്ട്. ഇതിന് 2 വർഷം വാറണ്ടി ഉണ്ട്, നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ഉണ്ട്, അതായത് ടഫ്ലോൺ കോട്ടിംഗ് ഉണ്ട്. 1000 വാട്ടാണ്. പിന്നെ നമുക്ക് ഫിലിപ്സിൻ്റെ ഹെവി വെയിറ്റ് അയൺ ഉണ്ട്. ഇതിന് 2 വർഷം വാറണ്ടിയാണ്, 1000 വാട്ടിൻ്റെ അയണാണ്. ഇതെല്ലാം ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ളതാണ് കേട്ടോ. പിന്നെ ക്രോംഡൻ്റെ വേറൊരു മോഡൽ, ക്രോംഡൻ്റെ നമുക്ക് ഉഷയുടെ 3 മോഡലുണ്ട്, ക്രോംഡൻ്റെ 3 മോഡലാണ് ഹെവി വെയിറ്റ് അയൺ ഇരിക്കുന്നത്. ഇത് ക്രോംഡൻ്റെ 1.8 kg വരുന്ന 1250 വാട്ട്സ് ഉള്ള ഹെവി വെയിറ്റ് അയൺ ആണ് വിത്ത് ടെഫ്ലോൺ കോട്ടിംഗ്, 2 വർഷം വാറണ്ടി. പിന്നെ ഇത് ക്രോംഡൻ്റെ തന്നെ 1.5 kg വെയിറ്റ് വരുന്ന 1100 വാട്ടിൻ്റെ ഹെവി വെയിറ്റ് അയൺ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹെവി വെയിറ്റ് അയൺസ് നമ്മുടെ അയൺ ബോക്സ് നമ്മുടെ ഷോപ്പിൽ ഇപ്പം സ്റ്റോക്ക് ഉള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫേവറേറ്റായ ഫിലിപ്സിൻ്റെ കുറേ ടോർച്ചുകൾ വന്നിട്ടുണ്ട്. ഇത് ഏറ്റവും വലിയ ടോർച്ച് 1000 ലൂമൺ 9000 മില്ലി ആംപിയർ വരുന്ന 1000 ലൂമൻ്റെ ടോർച്ച്, അപ്പോൾ അത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയുള്ള ഈ ടോർച്ച് അത് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ ചെറിയ ടോർച്ചുകളും കൂടെ എടുത്തിട്ടുണ്ട് ഫിലിപ്സിൻ്റെ. അതിൽ സൂമിങ് ഉള്ളതുണ്ട്, സൂമിങ് ഇല്ലാത്തതുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത് സൂമിങ് ഇല്ലാത്ത ഒരു മോഡലാണ്. അതുപോലെ തന്നെ ഇത് സൂമിങ് ഉള്ള മോഡലാണ്. ഇതിൻ്റെ ലൂമൺ വരുന്നത് 1450, 600 മീറ്റർ ലെങ്ത് കിട്ടും. ഇതിൻ്റെ ലൂമൺ വരുന്നത് 910 ലൂമൺ വരുന്നതാണിത്. പിന്നെ ഈ ഒരു മോഡൽ, ഇതൊക്കെ സൂമിങ് ഇല്ലാത്ത മോഡലുകളാണ്. അപ്പോൾ ഈ ചെറിയ മോഡൽ എന്ന് പറയുന്നത് സൂമിങ് ഉള്ളതും സൂമിങ് ഇല്ലാത്തതും ഉണ്ട്, പക്ഷേ വലിയ മോഡലൊക്കെ സൂമിങ് ഉള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്ന ഐറ്റംസ്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ഷോപ്പിൻ്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാലാ, കോട്ടയം ജില്ലയാണ്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ
കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഇൻ കേസ് ഇതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, പ്രോഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വേറെ കുറേ പ്രോഡക്ട്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.